ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി നല്ല മധുരമുള്ള ചെറിയ മാങ്ങ എടുക്കണം. അത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാനായിട്ട് വയ്ക്കണം. നല്ലതുപോലെ മാങ്ങ നല്ലതുപോലെ തിളച്ച് പറ്റണം. നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. 2 പിടി തേങ്ങ വേണം. പിന്നീട് ഒരു പച്ചമുളകും, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് പഞ്ചസാര, ഉള്ളി വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടണ്ട. ഇത് ഇത്രയും മാത്രം മതി. എന്നിട്ട് അതിലേക്ക് നല്ല കട്ട തൈര് ഒഴിച്ച് അടിച്ചെടുക്കുക. പിന്നീട് നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. ഒരു ശർക്കരപ്പാനി കുറച്ച് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മാങ്ങ ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് നല്ലതുപോലെ വേവണം. അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. വെന്ത് കലങ്ങിയൊന്നും പോകത്തില്ല. അത് നമ്മൾ എത്ര വേവിച്ചാലും ആ മാങ്ങ അത് അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. പിന്നെ അതിലേക്ക് അല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അത് തിളയ്ക്കുമ്പോൾ ശർക്കരപ്പാനിയുടെയും ഒക്കെ നല്ല ഒരു മണം വരും കേട്ടോ. പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നീട് നമുക്ക് അത് പറ്റി വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് തിളയ്ക്കാൻ അനുവദിക്കരുത്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് വേണം എന്നുള്ളവർക്ക് ഉപ്പിടാം. പിന്നെ ഇതിലും നമുക്ക് ഇതിൽ തോനെ വേണം എന്നുള്ളവർക്ക് നമുക്ക് അല്പം മുളക് പൊടിയും ഒരു പച്ചമുളകും കൂടെ ഒക്കെ കീറിയിട്ട് കൊടുക്കാം. ഇവിടെ എരി കുറവ് മതി, അതുകൊണ്ട് ഞാൻ ഇത്രയും ഇടുന്നുള്ളൂ. നമുക്കിതിന് കടുക് വറുത്ത് കൊടുക്കാം. എണ്ണ തിളച്ച് വരുമ്പോൾ കടുകും ഒരല്പം ഉലുവയും ഇട്ട് കൊടുക്കണം. അത് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല കുറുകിയ നല്ല മാമ്പഴ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ കൊതി വരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചിയാണ്. കുഞ്ഞു മക്കൾക്കുമൊക്കെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. മീൻകറിയൊക്കെ റെഡിയായിട്ടുണ്ട്. അയിലയായിരുന്നു, അതൊക്കെ കിട്ടി, അതൊക്കെ വേവിച്ച് വെച്ചു. പിന്നെ ഇച്ചിരി ചക്ക ഉണ്ടായിരുന്നു, അതെല്ലാം കറി വെച്ചു. നമുക്ക് ചൂട് ചോറും മാമ്പഴ പുളിശ്ശേരിയും മീൻകറിയും ചക്കയും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ഒരു പിടി പിടിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കാണുന്നവർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ.